നമസ്കാരം KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോഴി ഫാമിലെ അംഗൻവാടി പ്രശ്നത്തിൽ കളക്ടർ ഇടപെട്ടു. കെട്ടിടം മാറ്റി സ്ഥാപിക്കും. കുട്ടികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനും നിർദ്ദേശം. KCN ഇംപാക്ട്. മലേറിയക്കെതിരെ ശക്തമായ ജാഗ്രത. കാഞ്ഞങ്ങാട്ട് ഉറവിട നശീകരണ പരിപാടി തുടങ്ങി. ട്രോളിംഗ് നിരോധനം 14 മുതൽ. പരമ്പരാഗത തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്താം. ദുരിതം വൃക്കരോഗത്തിന്റെ രൂപത്തിൽ. ചികിത്സയ്ക്ക് വഴിയില്ലാതെ യുവതി കണ്ണീർ വാർക്കുന്നു. 101ന്റെ നിറവിൽ കവി കയ്യാർ കിഞ്ഞണ്ണറൈ. ജന്മദിനാഘോഷം നാടിന്റെ ഉത്സവമായി. വാർത്തകൾ വിശദമായി. കോഴി ഫാമിലെ അംഗൻവാടി പ്രശ്നത്തിൽ കളക്ടർ ഇടപെട്ടു. കെട്ടിടം മാറ്റി സ്ഥാപിക്കും. കുട്ടികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനും കളക്ടർ ഉത്തരവിട്ടു. KCN ഇംപാക്ട്. മഞ്ചേശ്വരം മച്ചമ്പാടിയിൽ അംഗനവാടി പ്രവർത്തിക്കുന്നത് കോഴി ഫാമിലാണ് എന്ന വാർത്ത KCN ന്യൂസാണ് ആദ്യം പുറത്തുവിട്ടത്. സംഭവം വൻ പ്രതിഷേധത്തിനും ചർച്ചകൾക്കും വഴിയൊരുക്കിയതോടെയാണ് പ്രശ്നത്തിൽ കളക്ടർ ഇടപെട്ടത്. അംഗനവാടി മാറ്റി സ്ഥാപിക്കുമെന്ന് കളക്ടർ PS മുഹമ്മദ് സഗീർ അറിയിച്ചു. താൽക്കാലികമായി സുരക്ഷിത സ്ഥാനത്തേക്ക് കേന്ദ്രം മാറ്റാനും കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. നിരവധി കുട്ടികളും ജീവനക്കാരുമാണ് ഇവിടെ ഭീതിയുടെ നിഴലിൽ കഴിഞ്ഞിരുന്നത്. വൃത്തിഹീനവും അസഹനീയവുമായ ഈ മുറിക്ക് 200 രൂപ മാസവാടകയും നൽകണം. അംഗൻവാടി പ്രവർത്തനത്തിന് സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ നിരവധി ചട്ടങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ ഇവയൊന്നും പാലിക്കാതെയായിരുന്നു മച്ചമ്പാടിയിലെ ഈ അംഗൻവാടി പ്രവർത്തിച്ചിരുന്നത്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മലേറിയക്കെതിരെ ശക്തമായ ജാഗ്രത. കാഞ്ഞങ്ങാട്ട് ഉറവിട നശീകരണ പരിപാടി തുടങ്ങി. മലേറിയ പടർത്തുന്ന കൊതുകുകളുടെ നശീകരണത്തിനായി ഉറവിട നശീകരണ സംഘടിത പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ആരോഗ്യവകുപ്പിലെ 5 പേരടങ്ങുന്ന സ്ക്വാഡുകളുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനം നടത്തുന്നത്. വീട് പരിസരം ഉറവിട നശീകരണം, സ്ഥാപനങ്ങളിലെ വാട്ടർ ടാങ്ക് പരിശോധന, കൂത്താടി സാന്നിധ്യം കണ്ടാൽ ഡീവാട്ടറിംഗ് നടത്തുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഗപ്പി മത്സ്യങ്ങളുടെ നിക്ഷേപവും നടത്തുന്നുണ്ട്. നഗരസഭാ കൗൺസിലർ മുഹമ്മദ് കുഞ്ഞി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മലമ്പനി പോലുള്ള മാരകമായ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജില്ലയിലെ ആരോഗ്യ വിഭാഗം ഇതുപോലുള്ളൊരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ വീടാന്തരം കയറിയിറങ്ങി മലമ്പനി പോലുള്ള മാരകമായ അസുഖത്തെ പ്രതിരോധിക്കുവാൻ വേണ്ടി എന്തെല്ലാം ചെയ്യണം എന്ന് നമ്മളോട് വിശദീകരിക്കുന്നതിന് വേണ്ടി അവർ നമ്മുടെ വീടുകളിലേക്ക് വരാൻ പോകുന്നത്. ഡെപ്യൂട്ടി DMO E മോഹനൻ അധ്യക്ഷനായി. M കുഞ്ഞികൃഷ്ണൻ, ഗണേശൻ, രതീഷ്, HR സന്തോഷ്, ശശിമോഹൻ, V സുരേഷൻ എന്നിവർ സംസാരിച്ചു. ആശാവർക്കർമാർ, ഫിഷറീസ്, സ്കൂൾ കുട്ടികൾ, ആരോഗ്യ പ്രവർത്തകർ, നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ട്രോളിംഗ് നിരോധനം 14 മുതൽ. പരമ്പരാഗത തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്താം. കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലായിരുന്നു ഈ തീരുമാനം. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിനായി കേരളത്തിന്റെ തീരക്കടലിൽ ജൂൺ 14 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് മുഖേനയുള്ള എല്ലാത്തരം മത്സ്യബന്ധനങ്ങളും നിരോധിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഫലപ്രദമായി നടപ്പാക്കാൻ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ADM H ദിനേശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിനായി KMFR ആക്ട് പ്രകാരം കേരളത്തിലെ തീരക്കടലിൽ ജൂൺ 14 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ 47 ദിവസമാണ് ട്രോളിംഗ് നടപ്പാക്കുന്നത്. 2 വള്ളങ്ങൾ ഉപയോഗിച്ചുള്ള പെയർ ട്രോളിംഗും ഈ കാലയളവിൽ നിരോധിച്ചിട്ടുണ്ട്. കേരള തീരത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് എഞ്ചിന്റെ കുതിരശക്തി കണക്കാക്കാതെ തന്നെ ഉപരിതല മത്സ്യബന്ധനം ഈ കടലിൽ നടത്താവുന്നതാണ്. നിരോധനം ലംഘിക്കുന്ന മത്സ്യബന്ധന ബോട്ടുകളും വള്ളങ്ങളും മറൈൻ എൻഫോഴ്സ്മെന്റിനെ ഉപയോഗിച്ച് പിടിച്ചെടുക്കും. ട്രോളിംഗിൽ ഏർപ്പെട്ടിരിക്കുന്ന അന്യസംസ്ഥാന ബോട്ടുകൾ ജൂൺ 14 കേരള തീരം വിട്ടുപോകണം. 14 ശേഷം ഒരു കാരണവശാലും ഇവയെ കടലിൽ ഇറക്കുന്നതിന് അനുവദിക്കുന്നതല്ല. ജില്ലാ കളക്ടറാണ് ട്രോളിംഗ് നിരോധനം നടപ്പാക്കുന്നതിന്റെ നോഡൽ ഓഫീസർ. യോഗത്തിൽ RTOയുടെ ചുമതല വഹിക്കുന്ന ഡെപ്യൂട്ടി കളക്ടർ NP ബാലകൃഷ്ണൻ നായർ, മത്സ്യഫെഡ് ജില്ലാ മാനേജർ K വനജ, മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികളായ R ഗംഗാധരൻ, US ബാലൻ, SP സോമൻകുട്ടി തുടങ്ങിയവരും സംബന്ധിച്ചു. ദുരിതം വൃക്കരോഗത്തിന്റെ രൂപത്തിൽ. ചികിത്സയ്ക്ക് വഴിയില്ലാതെ യുവതി കണ്ണീർ വാർക്കുന്നു. പെരുമ്പളക്കടവിലെ നഫീസയാണ് സങ്കട കാഴ്ചയാകുന്നത്. ചിലർക്ക് മുന്നിൽ ജീവിതം വല്ലാത്ത ദുരിതമായി പെയ്തിറങ്ങും. ആശ്വസിപ്പിക്കാൻ ആരുമില്ലാതിരിക്കുമ്പോൾ വന്നു ചേരുന്ന ദുരിതങ്ങൾക്ക് പറഞ്ഞറിയിക്കാനാവാത്ത കാഠിന്യമുണ്ട്. ഇത് നഫീസ. നായന്മാർമൂല പെരുമ്പളക്കടവിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന 36-കാരിയായ വീട്ടമ്മ. അസൗകര്യങ്ങൾ നിറഞ്ഞ ഇടുങ്ങിയ വാടകമുറിയിൽ ആരോടും പരിഭവവും പരാതിയും പറയാതെ തുണിക്കടയിൽ സെയിൽസ് ഗേളായി ജീവിതം നയിച്ച നഫീസയെ 2 മാസം മുമ്പാണ് അസുഖം പിടികൂടിയത്.
കടം വാങ്ങിയും കനിവ് തേടിയും കണ്ടെത്തിയ പൈസ കൊണ്ട് വിവിധ ദിക്കുകളിൽ ചികിത്സ നടത്തി. ഒടുവിലാണ് വൃക്കരോഗമാണെന്ന് തിരിച്ചറിഞ്ഞത്. 2 വൃക്കകളിലും വെള്ളം നിറഞ്ഞിരിക്കുന്നുവെന്നും നല്ല ചികിത്സ തേടിയെങ്കിൽ മാത്രമേ രോഗം ഭേദമാവുകയുള്ളൂവെന്നും ഡോക്ടർമാർ അറിയിച്ചതോടെ നഫീസ തകർന്നു. പണിക്ക് പോലും പോവാൻ പറ്റാത്ത വിധം കാലുകളിലും ശരീരത്തിലും നീറുകൾ വന്നതോടെ വാടകമുറിക്കുള്ളിലിരുന്ന് നഫീസ കരയുകയാണ്. എങ്ങനെ ചികിത്സ തേടുമെന്നത് അവർക്ക് മുന്നിലെ വലിയ ചോദ്യമാണ്. 2 ആഴ്ചയിലൊരിക്കൽ ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ 2000 രൂപ വേണമത്രേ. ഇപ്പോൾ തന്നെ ചികിത്സ നടത്തി നല്ലൊരു തുക ചെലവായ നഫീസയുടെ കയ്യിൽ ഇനി ഒരു ചികിത്സയ്ക്കുള്ള പണമോ വഴിയോ ഇല്ല. തണുപ്പ് നിറയുന്ന തറയിൽ കിടന്നുറങ്ങുന്നത് ശരീരത്തിന് ദോഷമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചിരുന്നു. എന്നാൽ ഒരു കട്ടിൽ പോലും സ്വന്തമായില്ലാത്ത നഫീസയ്ക്കും 7 വയസ്സുള്ള ഏകമകൾക്കും പുൽപ്പായി വിരിച്ച് തിണ്ണയിൽ കിടന്നുറങ്ങുക എന്നതല്ലാതെ മറ്റൊരു വഴിയുമില്ല. ഇത് വൃക്കരോഗത്തിൻ്റെ തുടക്കമാണ്. നല്ല ചികിത്സ കിട്ടിയാൽ രോഗം പൂർണ്ണമായും ഭേദമാകും. എന്നാൽ കയ്യിൽ 5 പൈസ പോലുമില്ലാത്ത ഞാൻ എവിടെയാണ് ചികിത്സ തേടേണ്ടതെന്ന് ചോദിച്ച് നഫീസ കരയുന്നു. ഇപ്പം പണിയെടുക്കാൻ കഴിയുന്നില്ല. എന്തോ സുക്കേട് പെട്ടെന്ന് വന്ന് എന്തെന്നറിയില്ല. മൂത്രത്തിൻ്റെ സുക്കേട് വന്ന ഫസ്റ്റ് കിഡ്നിക്കായെന്ന് പറഞ്ഞിട്ട് ഡോക്ടർമാരെല്ലാം കുറേ എന്നെ പേടിപ്പിച്ചിന്. ഇപ്പോൾ കുറയുമെന്ന് പറഞ്ഞു. എന്ത് ചികിത്സ എന്ന് പറഞ്ഞിട്ടാ ക്രമേണ കുറയും. 1 മാസം 2 മാസം എടുക്കണ്ടേ, റെസ്റ്റ് നിൽക്കണം പറഞ്ഞ്. പീടിയൊക്കെ ഒന്ന് പോകണ്ട, പണിക്കൊന്ന് പോകണ്ട പറഞ്ഞ്. ഇപ്പോൾ പിന്നെ അങ്ങ് വാടക റൂമിൽ ഇങ്ങനെ കഴിയുന്നുണ്ട്. മരുന്നെടുക്കാൻ എൻ്റെ കയ്യിൽ ഇനി ഉറുപ്പില്ല. ഇന്ന് പോകാൻ പറഞ്ഞിട്ടുണ്ടായത്, ഇന്ന് പൈസ ഇല്ലായിട്ട് പോവാത്ത. സന്തോഷ് നഗർ സ്വദേശിനിയായ നഫീസ കുടുംബ വീട്ടിൽ നിന്ന് ഈ അടുത്ത കാലത്താണ് പെരുമ്പളക്കടവിലെ വാടകമുറിയിലേക്ക് താമസം മാറിയത്. ക്വാർട്ടേഴ്സ് വാടക മാത്രമല്ല, ഭക്ഷണം പോലും വാങ്ങാൻ ഗതിയില്ലാതെ പകച്ചു നിൽക്കുന്ന സാഹചര്യത്തിലേക്കാണ് രോഗം കൂടി പടികടന്നെത്തിയത്. അതോടെ നഫീസ തീർത്തും തളർന്നുപോയി. നന്മ പറ്റാത്ത ആരെങ്കിലും സഹായിക്കാനെത്തുമെന്ന പ്രതീക്ഷ മാത്രമാണ് ഇപ്പോൾ അവരുടെ ജീവിതത്തിന് അല്പമെങ്കിലും നിറം പകരുന്നത്. ക്യാമറമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം എബി കുട്ടിയാനം, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിലിടിച്ച് യുവാവിന് പരിക്ക്. പൊസോട്ട് പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു അപകടം. കാർ ഓടിക്കുകയായിരുന്ന തലപ്പാടിയിലെ ആരിഫിനാണ് പരിക്കേറ്റത്. തലപ്പാടിയിൽ നിന്ന് ഉപ്പള ഭാഗത്തേക്ക് വരുന്നതിനിടയിലാണ് ആരിഫ് ഓടിച്ച ഇന്നോവ കാർ അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി തൂൺ പൂർണ്ണമായും തകർന്നു. ഇതോടെ വൈദ്യുതിയും മുടങ്ങി. 101ന്റെ നിറവിൽ കവി കയ്യാർ കിഞ്ഞണ്ണറായി. നാടിന്റെ നന്മയായ കവിയുടെ ജന്മദിനാഘോഷം ഉത്സവമായി മാറി. കന്നഡ മഹാകവിയും സ്വാതന്ത്ര്യ സമര സേനാനിയും പത്രപ്രവർത്തകനുമായ കയ്യാർ കിഞ്ഞണ്ണറയുടെ 101ാം ജന്മദിനം വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. കർണാടക സാംസ്കാരിക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ബദിയടുക്ക പെർഡാര കളകളയിലെ കവിയുടെ ഭവനമായ കവിതാ കുടീരത്തിലാണ് ജന്മദിനാഘോഷം സംഘടിപ്പിച്ചത്. കർണാടക വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ബി രമാനാഥ റൈയുടെ അധ്യക്ഷതയിൽ ಕರ್ನಾಟಕ ಮುನ್ ಲೋಕಾಯುಕ್ತ ಎನ್ ಸಂತೋಷ್ ಹೆಗ್ಡೆ ಉದ್ಘಾಟನೆ ചെയ്തു. ಅವರು ಕನ್ನಡ ಪ್ರೇಮಿ ಆಗಿದ್ದರೂ ಕೂಡ ಇತರ ಭಾಷೆಗೆ ಅವರು ಒಬ್ಬ ವೈರಿ ಅಂತ ವರ್ತಿಸಿರಲಿಲ್ಲ. ಇತರ ಭಾಷೆಯನ್ನು ಕೂಡ ಅವರು ಪ್ರೋತ್ಸಾಹಿಸಿದ್ದಾರೆ. ಮಲಯಾಳಂ ಆಗಲಿ, ಇಂಗ್ಲೀಷ್ ಆಗಲಿ, ತುಳು ಮತ್ತು ಕನ್ನಡದಲ್ಲಂತೂ ಅವರ ಅಪಾರ ಕೆಲಸ ಮಾಡಿದವರು. ಈ ಒಂದು ಸಂದರ್ಭದಲ್ಲಿ ಅವರಿಗೆ ಶುಭ ಬಯಸ್ತಾ ನನ್ನ ಎರಡು ಮಾತುಗಳನ್ನು ಮುಗಿಸ್ತಾ ಇದ್ದೇನೆ. ಧನ್ಯವಾದಗಳು. കർണാടക ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി യു ടി ഖാദർ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു. കവിയുടെ 2 കവിതാ സമാഹാരങ്ങൾ ഇംഗ്ലീഷിലേക്കും 1 കവിതാ സമാഹാരം ഹിന്ദിയിലേക്കും പുതുതായി തർജ്ജമ ചെയ്തിരുന്നു. ഈ പുസ്തകങ്ങളുടെ പ്രകാശനവും എൻ സന്തോഷ് ഹെഗ്ഡെ നിർവഹിച്ചു. കവിയുടെ മരുമകൻ ബി ഭുവനേന്ദ്ര പ്രസാദ് ഹെഗ്ഡെ കവിയുടെ ജീവിതത്തെക്കുറിച്ച് എഴുതിയ പുസ്തകവും ചടങ്ങിൽ പ്രകാശനം ചെയ്തു. കവിയുടെ പുസ്തകം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത മെയ്തിലി പി റായിയെയും എൻ നരസിംഹ ഭട്ടിനെയും ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്ത പ്രൊഫസർ വിഷ്ണു ഭട്ട് സജൻ ഗിലയെയും ചടങ്ങിൽ ആദരിച്ചു. മാതൃഭാഷയിൽ നാം അഭിമാനം കൊള്ളണമെന്നും ഇംഗ്ലീഷിനോടുള്ള വ്യാമോഹം നമ്മുടെ മണ്ണിനും സംസ്കാരത്തിനും യോജിച്ചതല്ലെന്നും മാതൃഭാഷയിൽ തന്നെ വിദ്യാഭ്യാസം സ്വായത്തമാക്കുകയും വേണമെന്ന് കയ്യാർ കിഞ്ഞണ്ണറെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. കവി കിഞ്ഞണ്ണറിയുടെ പുസ്തകം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് മുൻമന്ത്രി സി ടി അഹമ്മദ് അലി പറഞ്ഞു. ബദിയടുക്കയിൽ നിന്നും കവിയുടെ ഭവനത്തിലേക്കുള്ള റോഡിന് അദ്ദേഹത്തിന്റെ പേര് നാമകരണം ചെയ്തതുപോലെ കവിയുടെ പേരിൽ ബദിയടുക്ക പഞ്ചായത്ത് ലൈബ്രറി ആരംഭിക്കുമെന്ന് ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാഹിൻ കേലോട്ട് പറഞ്ഞു. ശകുന്തള ഷെട്ടി MLA, മോഹൻ ആൾവ, അജിത് കുമാർ റായ് മാലടി, മോഹൻകുമാർ ഗൗഡ, ഹരികൃഷ്ണ പുനരൂരു, എസ് പ്രദീപ് കുമാർ കാൽക്കുറ, ബി സുബ്ബയ്യർ, എസ് വി ഭട്ട്, എം ഉമേഷ് ശാലിയൻ തുടങ്ങിയവരും സംബന്ധിച്ചു. നെല്ലിക്കട്ട ചർലടുക്ക ആസ്ഥാനമായുള്ള അല്ലാമ ഖുത്തൂബി മുഹമ്മദ് മുസ്ലിയാർ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലുള്ള മുവദ്ദ വിദ്യാർത്ഥിനികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം 11-ന് നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്.
വിവാഹത്തിന് മുമ്പ് പെൺകുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകി അവരെ ജീവിതത്തിൻ്റെ നല്ല വശങ്ങളിലേക്ക് കൈപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇന്ദിരാനഗർ കുത്തുബി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾക്ക് സ്വീകരണം നൽകും. സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നുങ്കൈ അധ്യക്ഷത വഹിക്കും. സർട്ടിഫിക്കറ്റ് വിതരണം, അതുപോലെ തന്നെ വഖഫ് ബോർഡ് ചെയർമാൻ റഷീദ് അലി ശിഹാബ് തങ്ങൾക്കുള്ള സ്വീകരണം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് ചെങ്കളയിലുള്ള കുത്തുബി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ നമുക്ക് വിശദമായുള്ള തന്നിട്ടുണ്ട്. സംസ്ഥാനത്തിന് ഇതാദ്യമായിട്ടാണ് സിലബസ് അടിസ്ഥാനത്തിൽ ഒരു പ്രീ മാരേജ് കോഴ്സ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ സംസ്ഥാനത്ത് കോഴ്സുകളുണ്ട്, അതൊക്കെ ചില ഏതാനും മാസങ്ങളായിട്ടോ അല്ലെങ്കിൽ കൗൺസിലിംഗ് ആയിട്ടോ മാത്രമാണ്. വാർത്താ സമ്മേളനത്തിൽ ഇ അഹമ്മദ് ആജി, നായ്മാർ മല, വോൾഗ അബ്ദുറഹ്മാൻ ആജി, ഖാലിദ് പവൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ഉപ്പള മണ്ണങ്കുഴി നേർവഴി ഇസ്ലാമിക് സെന്ററിന്റെയും മംഗലാപുരം കാനച്ചൂർ ആശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഉപ്പള മണ്ണങ്കുഴി നേർവഴി ഇസ്ലാമിക് സെന്ററിന്റെയും മംഗലാപുരം ഖാനച്ചൂർ ആശുപത്രിയുടെയും ആഭിമുഖ്യത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ആജി ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി ഡയറക്ടർ അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ലണ്ടൻ മുഹമ്മദ് ആജി, മോഹനൻ, മുഹമ്മദ് റഫീഖ് തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഹോസ്ദുർഗ് സബ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠന ക്യാമ്പ് നടന്നത്. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ഹോസ്ദുർഗ് സബ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഏകദിന പഠന ക്യാമ്പ് സമാപിച്ചു. ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പഠന ക്യാമ്പ് CPIM ജില്ലാ കമ്മിറ്റി അംഗം VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. വൈദേശിക ആധിപത്യത്തെ നമ്മുടെ നാട്ടിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ചവരാണ് നമ്മൾ. അതിശക്തമായ സമരം, ആ സമരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. ആ സമരത്തിൽ യാതൊരു പൈതൃകവും പറയാൻ പറ്റാത്ത ആളുകളാണ് ഇന്ന് ഭരണത്തിലിരിക്കുന്നത്. ആ വൈദേശികരെ, അവർക്ക് താല്പര്യമുള്ള വൈദേശികരെ നമ്മുടെ രാജ്യത്തിനകത്തേക്ക് വീണ്ടും പരവതാനി വിരിച്ച് സ്വാഗതമോതുകയാണ്. 11 മാസത്തിനുള്ളിൽ 18 തവണ നമ്മുടെ പ്രധാനമന്ത്രി വിദേശയാത്ര സംഘടിപ്പിക്കുക. സബ് ജില്ലാ പ്രസിഡന്റ് P രവി അധ്യക്ഷനായി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി K ഹരിദാസ് പഠന ക്ലാസിന് നേതൃത്വം നൽകി. സബ് ജില്ലാ സെക്രട്ടറി CK വിജയകുമാർ സ്വാഗതവും സബ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി KV വിജയൻ നന്ദിയും പറഞ്ഞു. അലുമിനിയം ലേബേഴ്സ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം സമാപിച്ചു. ഫാബ്രിക്കേറ്റർമാർക്ക് ക്ഷേമനിധി പെൻഷൻ ആനുകൂല്യങ്ങൾ അനുവദിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. അലുമിനിയം ലേബേഴ്സ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനത്തിന് സമാപനം. ഫാബ്രിക്കേറ്റർമാരെ സർക്കാർ തലത്തിലുള്ള ക്ഷേമനിധി, പെൻഷൻ പോലുള്ള ക്ഷേമകാര്യങ്ങളിൽ ഭാഗഭാക്കാക്കുക എന്നീ ആവശ്യങ്ങളാണ് പ്രധാനമായും സമ്മേളനത്തിൽ ഉന്നയിച്ചത്. ALCA സംസ്ഥാന പ്രസിഡന്റ് മൊയ്തു തോടന്നൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ. ഇതിൽ മെയിൻ പ്രശ്നം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം നമ്മുടെ മജീദ് വള്ളിക്കാട് എല്ലാ വേദികളിലും പറയാനുള്ളതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മൾക്ക് കൂടിയിരിക്കാൻ ഒരു സംഘടന ഇല്ല എന്നതാണ് മെയിൻ പ്രശ്നം. സ്വാഗത സംഘം ചെയർമാൻ റോയ് ജോസഫ് അധ്യക്ഷനായി. സയ്യിദ് ഉമ്മർ തങ്ങൾ, മുഹമ്മദ് ഇക്ബാൽ, സമീർ തൃശൂർ, മജീദ് വള്ളിക്കാട്, രഞ്ജിത്ത് PK, അഫ്സൽ ഇസ്നാസ്, വിനോദ് കീച്ചേരി, രാജേന്ദ്രൻ അടുക്കം, സന്തോഷ് കുമാർ ചെറുവത്തൂർ, TK ദിനേശൻ, MM പ്രേംകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. കടന്നൽ കുത്തേറ്റ് 3 പേർക്ക് പരിക്കേറ്റു. കീഴൂർ കടപ്പുറത്ത് മനാഫ്, ദേളിയിലെ സിദ്ദീഖ്, കീഴൂരിലെ അബ്ദുൾ റഹ്മാൻ എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത്. ഇതിൽ മനാഫിന് ഗുരുതരമായി പരിക്കേറ്റു. വ്യാപാരി കുഴഞ്ഞു വീണ് മരിച്ചു. ബെൽത്തടുക്കയിലെ വ്യാപാരം നടത്തുന്ന ഉദയകുമാറാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ അംഗങ്ങൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് ചൊവ്വാഴ്ച നടക്കും. രാവിലെ 10 മണിക്ക് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലാണ് പരിപാടി. ഹദാദ് നഗർ പ്രീമിയർ ലീഗിൽ മേഷ FC ജേതാക്കൾ. ഫൈനലിൽ ലയൺസ് ഹസൻ ബെസ്രിയെയാണ് തോൽപ്പിച്ചത്. ജില്ലാ ആസൂത്രണ സമിതി യോഗം ചൊവ്വാഴ്ച നടക്കും. രാവിലെ 9 മണിക്ക് DPC ഹാളിലാണ് യോഗം.
ദേശാഭിമാനി അക്ഷരമുറ്റം കാസർഗോഡ് ജില്ലാതല വിജയോത്സവം സംഘടിപ്പിച്ചു. SSLC+2 വിജയികളെ അനുമോദിച്ചു. ദേശാഭിമാനി അക്ഷരമുറ്റം കാസർഗോഡ് ജില്ലാതല വിജയോത്സവം കാഞ്ഞങ്ങാട്ട് നടന്നു. ജില്ലയിൽ SSLC+2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. 100% വിജയം നേടിയ സ്കൂളുകളെ ചടങ്ങിൽ അനുമോദിച്ചു. തൃക്കരിപ്പൂർ MLA K. കുഞ്ഞിരാമൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ഇതുപോലെ ധാരാളം അനുമോദനങ്ങൾ ലഭിക്കുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും അടുത്ത വർഷവും ഞങ്ങളുടെ സ്കൂൾ 100% വിജയം കൈവരിക്കാനായിട്ട് കഴിയണം. E. ചന്ദ്രശേഖരൻ MLA അധ്യക്ഷനായി. ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളദേവി, വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ C. രാഘവൻ, A. പവിത്രൻ, VV രമേശൻ, കാവുങ്കാൽ നാരായണൻ എന്നിവർ സംസാരിച്ചു. MO വർഗീസ് സ്വാഗതവും PP കരുണാകരൻ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴി ഫാമിലെ അംഗൻവാടി പ്രശ്നത്തിൽ കളക്ടർ ഇടപെട്ടു. കെട്ടിടം മാറ്റി സ്ഥാപിക്കും. കുട്ടികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനും നിർദ്ദേശം. KCN ഇംപാക്ട്. മലേറിയക്കെതിരെ ശക്തമായ ജാഗ്രത. കാഞ്ഞങ്ങാട്ട് ഉറവിട നശീകരണ പരിപാടി തുടങ്ങി. ട്രോളിംഗ് നിരോധനം 14 മുതൽ. പരമ്പരാഗത തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്താം. ദുരിതം വൃക്കരോഗത്തിന്റെ രൂപത്തിൽ. ചികിത്സയ്ക്ക് വഴിയില്ലാതെ യുവതി കണ്ണീർ വാർക്കുന്നു. 101ന്റെ നിറവിൽ കവി കയ്യാർ കിഞ്ഞണ്ണറൈ. ജന്മദിനാഘോഷം നാടിന്റെ ഉത്സവമായി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.